ബിഗ് ബോസ് സീസൺ 6 സൺഡേ എപ്പിസോഡ്, സൺഡേ ഫൺ ഡേ. കഴിഞ്ഞ എപ്പിസോഡിൽ ഗബ്രി പുറത്തായി. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു കേട്ടോ. വീഡിയോ ഇടാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡ് കണ്ട് ഞാൻ കുറേ സമയം ചിരിച്ചു എന്നുള്ളതാണ്. ഗബ്രിയുടെ ജാസ്മിൻ്റെയും കരച്ചിലൊക്കെ കണ്ടിട്ട് ഒരുപാട് സമയം ചിരിച്ച ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തത്. ഏതായാലും സൺഡേ ആയിട്ട് ആര് പുറത്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രതീഷ് വീണ്ടും പുറത്തായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളി എന്തിനാണ് തിരിച്ച് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നതെന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റർടൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നെങ്കിൽ പുള്ളി അവിടെ പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒരാഴ്ച നിന്ന് ഒരു കണ്ടസ്റ്റൻ്റിനെ പോലെയൊക്കെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്ത്യയോടൊക്കെ നിന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നടന്നതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റപ്പോ ഒന്നും കൊണ്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു പുറത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് ഷോ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളി അകത്ത് കൊണ്ടത്. എന്തായാലും പാളിപ്പോയ അല്ല ചീറ്റിപ്പോയ പടക്കമായിരുന്നു രതീഷ് ഗസ്റ്റായിട്ട് വന്നത്. നാളെ തൊട്ട് ഹോട്ടൽ ടാസ്ക്കാണ്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഹോട്ടൽ ടാസ്ക് ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഗസ്റ്റുകൾ നാളെ വരും. ആരൊക്കെ ആയിരിക്കുമോ ഗസ്റ്റുകൾ എന്നുള്ളതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നാളെ തൊട്ട് കളി മാറും. അതുകൊണ്ടാണ് രതീഷിനെ ഇന്ന് പുറത്താക്കിയത്. കാരണം ഗസ്റ്റുകൾ നാളെ വരുന്നുണ്ടല്ലോ. ഇന്നലത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് പിന്നെ ജാസ്മിൻ അണഞ്ഞ് സത്യം പറഞ്ഞാൽ ഗബ്രി പോയതോടുകൂടി ഇന്ന് എല്ലാവരും വന്നിട്ട് നിങ്ങളെ കാണാനായിട്ട് കുറച്ച് ഗസ്റ്റുകളുണ്ട്. ഇതിന് ഇടയ്ക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു പാവയുടെ വെച്ചിട്ട്. ആ ഒരു ടാസ്കിലെ പാവടയൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം ഗസ്റ്റുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ജാസ്മിൻ അപ്പം ഗബ്രി ആയിരിക്കും, ഗബ്രി സീക്രട്ട് റൂമിലായിരിക്കും. ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു ജാസ്മിന് മനസ്സിലാവും. പക്ഷെ നമുക്കറിയാമല്ലോ ഗബ്രി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, തിരിച്ച് കയറിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത്. എന്തായാലും ഇനി ഒന്ന് കുറച്ച് പേരെ അടിച്ച് കളയാനുണ്ട് ജാസ്മിനെ. എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡുകൊണ്ട് എനിക്ക് തോന്നിയത് ജാസ്മിന് കളി നേരെയായിട്ട് ജാസ്മിന് കപ്പ് കൊടുക്കാനായിട്ടാണോ ഗബ്രിയെ പുറത്താക്കിയതാണ്. അല്ലെങ്കിൽ ഗബ്രി ഇത്രയ്ക്ക് അൻസിബിനേക്കാൾ താഴെ വോട്ടിംഗ് ഉള്ള ഒരാളായിരുന്നു ഗബ്രി. കാരണമുണ്ട്, ഗബ്രി വന്നപ്പോൾ തൊട്ട് ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെങ്കിൽ പവർ ടീമിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രേക്ഷകരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല ഇതുവരെ. അതൊരു പോയിൻ്റാണ്. അപ്പോൾ ഗബ്രിയെ അറിയില്ല പ്രേക്ഷകർ എങ്ങനെ പെരുമാറും എന്നുള്ളത്. പ്രേക്ഷകർ എങ്ങനെ സപ്പോർട്ട് ഉണ്ടായില്ല. എന്തായാലും വലിയ ജാട കാണിച്ച് വന്നു, പുറത്തായി. അത്രേ ഉള്ളൂ, പുറത്തായി, പറഞ്ഞ കാര്യം. എന്തായാലും പുറത്തായാലും ഇനി നമ്മളത് കൂടുതൽ പറഞ്ഞ് വലിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ എപ്പിസോഡ് ഒരു ആവറേജ് എപ്പിസോഡിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഇന്ന് മഞ്ഞുമ്മൽ ബോയ്സ് OTT അല്ലെങ്കിൽ ഡിസ്നി പ്ലസിൽ റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗെയിം, അതായത് ഒരു ജയിലിൽ പൂട്ടിയിടുന്നു രക്ഷിക്കുന്ന ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. താക്കോൽ നിന്ന് കണ്ടുപിടിച്ച് രക്ഷിക്കുന്ന ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടീമിനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പുതിയ ക്യാപ്റ്റനായിട്ടുള്ള ഋഷിക്ക് ഉള്ള പുതിയ എന്തൊക്കെയാണ് ഋഷിയുടെ പവർ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നു. ഋഷി ആയിരിക്കും നാളെ ഇനി പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത്, എല്ലാ ടീമുകളെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്യാപ്റ്റനായ ഋഷിക്ക് ഭയങ്കര കൺട്രോളിങ് പവറുള്ള ഒരാളാണ്. അപ്പം അതെങ്ങനെയൊക്കെ നാളെ യൂസ് ചെയ്യുന്നുള്ളതെന്ന് അറിയണം. പിന്നെ ആ ഫ്യൂഷൻ നടക്കുന്ന മിണ്ടി ചൊറിഞ്ഞു മാന്തി ആ സാധനങ്ങൾ തന്നെയാണ് ജിൻഡോയും നോറയും മറ്റേ കയ്യിൽ കെട്ടിക്കൊണ്ടുവന്ന ആ ഒരു പണിഷ്മെൻറ്റ്. പിന്നെ പവർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ്റെ ഒരു അഭിലാസങ്ങൾ, അതിനെപ്പറ്റി ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു. റസ്മിൻ സത്യം പറഞ്ഞുണ്ടല്ലോ, റസ്മിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. എന്തോ അറിയില്ല, ഒരു കാരണമില്ലെങ്കിൽ ഇഷ്ടമല്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഫണ്ടേ ഒന്നും അല്ലായിരുന്നു, ഒരു ആവറേജിൽ പോയ എപ്പിസോഡ്. സൺഡേ ഫണ്ടേ എന്നൊക്കെ പേരിട്ടിട്ട് ഒരു ഫണ്ടേ ഇല്ലാത്ത അവസ്ഥയായി പോയല്ലേ ശരിയാ. എന്തായാലും നാളെ ഗസ്റ്റുകളൊക്കെ വരുമ്പം ഒന്ന് കളി കൊഴുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഗസ്റ്റ് എനിക്ക് തോന്നുന്നു സീസൺ 5 വരുമായിരിക്കുമോ, അതോ സീസൺ 4 സീസൺ 5 ആരൊക്കെ വരും ചാൻസ് ഉണ്ട്. അതാണ് എന്തായാലും അഖിൽ വരില്ല, അത് ഉറപ്പാണ്. ഇപ്പം പുറത്തെ വിഷയം കാരണം അതങ്ങ് കത്തി കയറുവാണ്. ഒരു സൈഡിൽ അഖിൽ പറയുന്നത് രോഷി, ശോഭ, ജുനൈസ്, നാദിറ, പുറത്തൊരു ബിഗ് ബോസ്, അകത്തൊരു ബിഗ് ബോസ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ എന്തിനാണോ എന്തോ. സത്യം പറഞ്ഞ് ഈ സീസൺ പുഴുത്തലഞ്ഞ് നാറി കിടക്കുകയാണ്. പക്ഷെ ഉണക്കമീൻ്റെ അവസ്ഥയാണ്, അറിയാമല്ലോ. അത് ഇനി മാറുമോ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ 55 ദിവസം അല്ലെങ്കിൽ 57 ദിവസമായിട്ട് ഇതുവരെ ഒരു നല്ല പ്ലെയർ ഇയാൾ ജയിക്കുമെന്ന് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പം അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ കാര്യങ്ങളുള്ളായിരുന്നു. ഞാനായിട്ട് ഇനി എന്തിനാണ് വലിച്ചു കിട്ടുന്നത്.